ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്തുകൊണ്ടാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ലാത്തത്? ഒന്ന്, ലോ റിട്ടേൺസ്. എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പ നിരക്കിനേക്കാൾ താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വർഷം പോകുന്തോറും നമ്മുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ട്, ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എഫ് ഡി ഒരിക്കലും അതിന്റെ കാലാവധി തികയാതെ ആർക്കും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എഫ് ഡി ഒരിക്കലും ഒരു എമർജൻസി ഫണ്ടായിട്ട് പോലും ആരും കണക്കാക്കാറില്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണ് മറ്റു രണ്ട് കാരണങ്ങൾ. ഏതാണ്ട് 12% റിട്ടേൺ തരുന്ന സാധാരണ മ്യൂച്വൽ ഫണ്ടുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മുതൽ 8% വരെ നമുക്ക് നഷ്ടപ്പെടുന്നത് പൊട്ടൻഷ്യൽ റിട്ടേൺസ് ആണ്. ബാങ്കിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഫുള്ളി ടാക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 5-6% എന്ന് പറഞ്ഞ് ചേരുന്ന എഫ് ഡി ആക്ച്വലി കിട്ടുന്നത് 3-4% മാത്രമായിരിക്കും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എഫ് ഡി ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ലേയല്ല.